ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിൽ ഈ വർഷം 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടോപ്പിക്സുമാണ്. എല്ലാവരും നല്ലോണം പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? എക്സാംസൊക്കെ അടുത്തു, നല്ലോണം പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് വെയിറ്റേജ് നോക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനൊക്കെ ചോദിക്കുക എന്നുള്ള വെയിറ്റേജ് നോക്കാം. സോ അൺലൈക്ക് നമ്മൾ മാത്സിലൊക്കെ നോക്കിയതുപോലെ നമ്മുടെ ഫിസിക്സിൽ എല്ലാ ചാപ്റ്റേഴ്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് കാണാം ചാപ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ളത് 8, 6, 8, 8, 6, 8, 6 അങ്ങനത്തുള്ള ഡിവിഷനാണ് വരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് 7 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. അതിന് മുന്നേ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കറണ്ടും ചാർജും ടൈമും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസും പാരലൽ കണക്ട് ചെയ്യുന്നതും സീരീസിൽ കണക്ട് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് 8 മാർക്കിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. എല്ലാം അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ എന്ത് പഠിക്കുക? എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്റർ 6 മാർക്കിന് വരെ ചോദ്യം വരാനുള്ള ചാപ്റ്ററാണ്. കുറച്ച് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും കേട്ടോ. പക്ഷേ നിങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള പാഠം. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ കാര്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. EMF, ഇൻഡ്യൂസ്ഡ് EMFും കാര്യങ്ങളും നമ്മുടെ ജനറേറ്ററും ഒക്കെ പഠിച്ച ചാപ്റ്ററാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. 8 മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്റർ തന്നെയാണ് ഏത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് രണ്ടും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതിൽ റിഫ്രാക്ഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഫിനോമിനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ റിഫ്ലക്ഷൻ പഠിക്കുക. റിഫ്ലക്ഷൻ്റെ റേ ഡയഗ്രം, ഇമേജ് ഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ ഫോക്കസ് കൊടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വിഷൻ ആൻഡ് വേൾഡ് ഓഫ് ദി കളേഴ്സ് മറ്റൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ എനർജി മാനേജ്മെൻറ്റും കുറച്ച് തിയറി അല്ലെങ്കിൽ നമുക്ക് ഫോർമുലാസ് ഒന്നും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ലാത്ത നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യേണ്ടി വരാത്ത ചാപ്റ്റേഴ്സാണ് വിഷനും അതുപോലെ തന്നെ എനർജി മാനേജ്മെൻറ്റും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഓക്കെ, സോ 8 മാർക്കിനും 6 മാർക്കിനുമാണ് ആ 2 ചാപ്റ്റേഴ്സും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് 8 മാർക്കിന് ചോദ്യം വരാം. സോ ഈ 8 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കൂടുതലും പഠിക്കുക. അല്ലാത്ത ചാപ്റ്ററും പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന എനർജി മാനേജ്മെൻറ്റും അതുപോലെ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് വിഷൻ. അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് നോക്കുകയാണ്. അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ മോഡൽ എക്സാംസൊക്കെ എഴുതിയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് എത്ര മാർക്കിനൊക്കെ വരുമെന്ന് അറിയാം. ടോട്ടൽ 40 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ എന്ത് കിട്ടും? 1.5 മണിക്കൂർ ഉണ്ടാവും. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്താൽ ടൈം കിട്ടേണ്ടത്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ കൂൾ ഓഫ് ടൈം കിട്ടും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? അത് ആദ്യം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടഫായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പാടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ടോട്ടലായിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് 16 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യേണ്ടി വരും. അത് തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 5 മാർക്ക്, 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നിങ്ങൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, 5 ക്വസ്റ്റ്യൻ കാണും. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6 to 10, 6 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നിങ്ങൾ 4 ആൻസർ ചെയ്യുക. 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതും നിങ്ങൾ ഏതെങ്കിലും 4 എല്ലാ സെക്ഷനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക? 4 മാർക്കിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈനൽ ആയിട്ടുള്ള സെക്ഷൻ. അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കാൻ പോകുന്ന സെക്ഷനാണ്. അതിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 16 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതറിഞ്ഞിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് വെയിറ്റേജ് കൂടേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നോക്കിയാലോ? ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, ചാപ്റ്റർ 1. സോ ബേസിക് ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ചാർജ് ഇൻറ്റു വോൾട്ട്, അല്ലെങ്കിൽ ചാർജ് ഇൻറ്റു വോൾട്ട് അല്ലേ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജാണ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള കാര്യം തന്നെയാണ്. ഈ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്നുള്ളത് ഓർത്തിരിക്കുക. ചാർജ് കൂളമ്പാണ്, വോൾട്ടേജ് വി ആണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഡൺ ജൂൾസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ.
വി ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന ഇക്വേഷൻ ബേസിക് ഇക്വേഷനാണ്. നിങ്ങൾ ഇത് എന്തായാലും ഓർത്തിരിക്കുക. ഞാൻ ഒരു ട്രയാങ്കിളൊക്കെ വരപ്പിച്ച് പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ വരച്ച് വയ്ക്കുക. ഈ ട്രയാങ്കിൾ വി ചോദിച്ചു കഴിഞ്ഞാൽ I × R ചെയ്യുക, I ചോദിച്ചു കഴിഞ്ഞാൽ V/R ചെയ്യുക, അല്ലെങ്കിൽ R ചോദിച്ചു കഴിഞ്ഞാൽ V/I ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ജനറലി ഇത് സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് I കറണ്ട് ഇക്വേഷൻ ചാർജ് ബൈ ടൈം, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് പോകുന്നു അതാണ് കറണ്ട് കേട്ടോ. ഇത് മൂന്നും ഇക്വേഷൻ ചോദിക്കുക. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ചാർജിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ചോദിക്കുന്നത് എങ്ങനെ അറിയോ? ഇപ്പോൾ ഡയറക്റ്റ് കറണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, ഫൈൻ ദ കറണ്ട് പാസിങ് ത്രൂ ദിസ് കണ്ടക്ടർ എന്ന് ചോദിക്കില്ല. കറണ്ട് പാസിങ് തന്നിക്കും, ടൈം തന്നിക്കും, നിങ്ങൾക്ക് ചാർജ് ചോദിക്കാനൊക്കെ, ചാർജ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ Q = I/T, ഈ ഒരു ഫോമുല വെച്ചിട്ട് തന്നെ I × T എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫോമുല വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇപ്പോൾ ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ T = Q/I എന്നൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ദീസ് ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് 1 മാർക്കിന് കൂടുതൽ ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ബേസിക് ഇക്വേഷൻ മക്കൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിച്ചിട്ട് പോവുക കേട്ടോ. നമ്മൾ ജനറലിയും ഈ 3 ബേസിക് ഇക്വേഷൻ തന്നെ ഓർത്തിരിക്കുക. 1 മാർക്കിനൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജൂൾസ് ലോ പറയുന്നത് എന്താണ് മക്കളെ? ജൂൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലി നിങ്ങൾക്കിപ്പോൾ ഈ H = I² RT എന്ന് പറയുന്ന കാര്യം ഓർത്ത് കഴിഞ്ഞാൽ തന്നെ ജൂൾസ് ലോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഇക്വേഷൻ തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ, ഒരു കണ്ടക്ടറിൽ പാസ് ചെയ്ത് ഒരു കറണ്ട് കടത്തി വിടുമ്പോൾ, എന്താ സംഭവിക്കും? ഹീറ്റ് ലിബറേറ്റ് ആവും. ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടാണ് ആര് പറയുന്നത്? ജൂൾസ് പറയുന്നത്. ജൂൾസ് ലോ പറയുന്നത് എന്താണ്? H is directly proportional to I² × RT എന്നുള്ളതാണ് പറയുന്നത്. ഈ I² × RT, I = V/R എന്ന് നമുക്കറിയാം. അതനുസരിച്ച് V²/R × T അല്ലെങ്കിൽ എന്താണ് V × IT എന്നൊക്കെയുള്ള ഇക്വേഷൻ, പല തരത്തിലുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് കാണാൻ. ഇപ്പോൾ ചിലപ്പോൾ കറണ്ടും റെസിസ്റ്റൻസും അതുപോലെ തന്നെ ടൈമും മാത്രമേ തരത്തുള്ളൂ, വോൾട്ടേജ് തരത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. സോ നമുക്ക് 3 ഇക്വേഷനുണ്ട്. ജനറലി നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കേണ്ട. ഇത് ഈ ഐക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെയാണ് നമുക്ക് ഓരോ ഇക്വേഷനെ കിട്ടുന്നത്. ജനറലി നിങ്ങൾ എന്ത് പഠിക്കുക, ഈ H = I² RT എന്ന് പറയുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് പവർ എന്ന് പറയുന്ന ഒരു ടേമിനെ മനസ്സിലാക്കുക. പവർ എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക് ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഇലക്ട്രിക് ഡിവൈസ് കൺസ്യൂം ചെയ്യുന്ന എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്ന. പവർ P = I² R അല്ലെങ്കിൽ P = VI, P = IV ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അതുപോലെ H/T, അതുപോലെ V²/R എന്ന് പറയുന്ന ഫോർമുലാസും നമ്മൾ ഓർമ്മ ഉണ്ടാവണം. പവറിൻ്റെ എന്ത് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക. പവറിന് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്തിനാണ്, വാട്ടിലാണ്. ആൻഡ് ഇത്രയാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് എടുത്തിട്ട് പോകാനുള്ളത്. എന്ത് പഠിക്കുക, ജൂൾസ് ലോ പഠിക്കുക, ബേസിക് ഇക്വേഷൻസ് പഠിക്കുക, അതുപോലെ പവർ എന്താണെന്ന് അറിയുക, I² R അല്ലെങ്കിൽ IV എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, SI യൂണിറ്റ് വാട്ട്സ് ആണ് കേട്ടോ. വാട്ട് റെസിസ്റ്റർ ഇൻ സീരീസ് ആൻഡ് പാരലൽ, ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സീരീസിൽ കൊടുക്കുമ്പോൾ സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാത്രം പഠിച്ചിട്ട് പോകാം. ജനറലി നമ്മൾ ഫുള്ള് നോക്കാനുള്ള ടൈമില്ല. റിവിഷൻ പോലെ ഉള്ള ഒരു സെഷനാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നമുക്ക് നോക്കിപ്പോവാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സീരീസിൽ കൊടുത്തുമ്പോൾ 2 റെസിസ്റ്റൻസ് ആണോ 3 റെസിസ്റ്റൻസ് ആണോ എത്ര റെസിസ്റ്റൻസ് ആണോ എല്ലാം കൂടെ എടുത്ത് സം ചെയ്യുക മക്കളെ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R1 + R2 കേട്ടോ. സീരീസിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, സീരീസിൽ കൊടുക്കുമ്പോൾ R1 + R2 ചെയ്യുക കേട്ടോ. ഇനി പാരലലിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/R effective = എത്ര, 1/R1 + 1/R2. ഇതെങ്ങനെ ചെയ്യാം, R effective = ഇതിനെ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, R1 R2 / R1 + R2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ഫോമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനറലി നിങ്ങൾ ഈ ഫോമുല ബൈ ഹാർട്ട് ചെയ്താൽ മതി. റെസിപ്രോക്കലൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ഫോമുല കിട്ടിയിട്ട് ന്യൂമറൽസ് ഒക്കെ കിട്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. സോ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ അത് പഠിച്ചു വെക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദിക്കും കേട്ടോ. ജനറലി ഈ പാഠത്തിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ്, അതിൻ്റെ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ. സേഫ്റ്റി ഫ്യൂസിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, ഏതൊക്കെ വയറാണ്, ഏതൊക്കെ അലോയ്സാണ്, ടിന്നിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ജനറലി എന്താണ് ഉപയോഗിക്കുന്നത്, ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാരണം സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഹൈ എമൗണ്ട് ഓഫ് വോൾട്ടേജുള്ള കറണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം അല്ലേ, ഫ്യൂസ് ബ്രേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള, പെട്ടെന്ന് കത്തിത്തീരുന്ന ആൾക്കാരെയാണ് കൊടുക്കാനുള്ളത്. ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത്, മനസ്സിലാക്കുക. ഫ്യൂസിൻ്റെ പ്രിക്കോഷൻസ് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, മറ്റേ വയർ ഒക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക, എൻ പോയിൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ കണക്ട് ചെയ്യുമ്പോൾ ഈ എൻ പോയിൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, വെൽഡല്ല ടൈറ്റ് ചെയ്ത് വെക്കുക, എൻ പോയിൻറ്റ്സ് ഒന്നും പുറത്തേക്ക് കാണരുത്. അങ്ങനത്തെ ഉള്ള സേഫ്റ്റി മെഷേഴ്സ് ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് എനർജി കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം എനർജി കൺവേർഷൻ നമുക്ക് 1 മാർക്കിന് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ
ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലൈറ്റ് കത്തുന്നു, ഈ ബൾബ് എന്ത് എനർജിയാണ്, ഏത് എനർജിയിൽ നിന്ന് ഏത് എനർജിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ലൈറ്റ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഏത് എനർജിയിൽ നിന്നാണ് വരുന്നത്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്യുന്നതാണ് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേറെ എന്താ പറയുക, വിൻഡ് മില്ലൊക്കെ എന്താണ്, വിൻഡ് മില്ലൊക്കെ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജിയിൽ നിന്ന് നമുക്ക് എന്താണ്, ടർബൈൻ കറക്കിയിട്ടല്ലേ നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ വിൻഡ് എനർജിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു. അപ്പോൾ എനർജി കൺവേർഷൻ ഏതൊക്കെ ഡിവൈസസിൽ എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി കൺവേർഷൻ നമുക്ക് ഓരോ പാഠത്തിലും ഓരോ ടൈപ്പ് എനർജി കൺവേർഷൻ പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. നിക്രോം ആൻഡ് ടങ്സ്റ്റൺ ജനറലി ഇൻകാൻഡസെന്റ് ലാമ്പിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിക്കുക. പിന്നെ എന്താണ് ഇതിൽ ഓർത്തിരിക്കാനുള്ളത്, ജനറലി ഹൈ റെസിസ്റ്റീവ് ആണ്, കാരണം ബൾബിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ജനറലി ആ കാര്യങ്ങളൊക്കെ നിക്രോമിൻ്റെയും ടങ്സ്റ്റൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം മക്കളെ. സോഡിയം വേപ്പർ ലാമ്പ് അല്ലെങ്കിൽ CFL അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ആ കാര്യങ്ങളൊക്കെ പഠിച്ചോളുക. ഡിസ്ചാർജ് ലാമ്പ് നിങ്ങൾ പഠിക്കുക. LED ലാമ്പും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. LED ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസ്, LED ലാമ്പ് എന്താണെന്ന് പഠിക്കുക. LED ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. LED ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമുക്ക് ഇപ്പോൾ ലെസ് പവർ ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്, ഹീറ്റ് ലോസ് ഉണ്ടാവില്ല, പണ്ടത്തെ മറ്റേ ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ പോലെ ഒന്നും ഹീറ്റ് ലോസ് അധികം ഉണ്ടാവില്ല, എക്കണോമിക് ആണ്, അതുപോലെ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ലോങ്ങർ ലൈഫ് കിട്ടും, എക്കണോമിക്കല്ല ജനറലി ലോങ്ങർ ലൈഫ് കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദാറ്റ് ഈസ് LED ലാമ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ. സോ ഇതിന്ന് പ്രോബബ്ലി വരാൻ ചാൻസ് ഉള്ള നമ്മൾ ഫസ്റ്റ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംപിയർ ഡ്രോൺ ബൈ ഫിലമെൻ്റ്. ക്വസ്റ്റ്യൻ നോക്കണം, പക്ഷേ 10 മിനിറ്റിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത, ഫിസിക്സിൽ നിങ്ങൾക്ക് എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഇടുക. SI യൂണിറ്റിൽ തന്നെ കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുക. മിനിറ്റിൽ ഹവറിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ്സിലോട്ട് ആക്കി തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ ആംപിയറിൽ തന്നിട്ടുണ്ട് കറണ്ട് I = എത്ര തന്നിട്ടുണ്ട് മക്കളെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക, വാല്യൂസ് എടുത്ത് എഴുതുക. ടൈം തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുണ്ട്, 10 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. എങ്ങനെ കൺവേർട്ട് ചെയ്യും, 10 = 60 × 10 സെക്കൻഡ്സ് അല്ലേ, 60 × 10 സെക്കൻഡ്സ് ആണ്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ടിൽ കൂടെ പോകുന്ന ചാർജാണ് കാണാനുള്ളത്. I = ചാർജ് ബൈ ടൈം ആൻഡ് Q = കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറയും കേട്ടോ. അതായത് 0.5 × 60 × 10, അതായത് 5 × 60 അല്ലേ, 5 × 60 അല്ലേ വരുന്നത്, 300 എന്ന് കിട്ടും അല്ലേ, 300 കൂളംസ്. 300 കൂളംസ് ചെയ്യുക, ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ഇതിൽ ഇതുപോലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് 12 വോൾട്ടിൻ്റെ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് വോൾട്ടേജ് ഇൻ വിച്ച് 40 ohm എൻ്റെ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കേട്ടോ. പാരലലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. മക്കളെ നേരത്തെ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ചോദ്യം നോക്കിയായിരുന്നു. 1/R effective = 1/R1. R1 എത്രയാടാ, 1/40 = അല്ല പ്ലസ് 1/60 അല്ലേ, 1/60. എന്ത് ചെയ്യുക 60 + 40 ÷ 40 × 60 എത്ര കിട്ടും, അതാണ് R effective എന്ന് പറയുന്നത്. ആൻഡ് R effective 1/R effective ആണിത് അല്ലേ. R effective എന്ന് പറയുമ്പോൾ ഇതിൽ റെസിപ്രോക്കൽ എടുക്കുക, എത്ര കിട്ടും, 40 × 60 എത്ര, 2400 ÷ 60 + 40 എത്ര, 100. കട്ടിയ 24 ഓം, 24 ohms ആണ് എത്ര എഫക്റ്റീവ് റെസിസ്റ്റൻസ്. മക്കളെ ജനറലി ഇതുപോലത്തെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറണ്ട് ഫ്ലോയിങ് ത്രൂ 40 ohm റെസിസ്റ്റർ. ഓക്കെ, 40 ohm റെസിസ്റ്ററിൽ കൂടെ പോകുന്ന എന്താണ് കറണ്ട് എത്രയാണെന്നാണ് കാണാനുള്ളത്. മക്കളെ ഇവിടെ പാരലലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ട് രണ്ടിൽ പോകുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ സീരീസിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. പാരലലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറൻസ് ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് സെയിം ആയിരിക്കും. എത്രയാണ്, 12 വോൾട്ട് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും 12 വോൾട്ട് ആയിരിക്കും പോകുന്നത്. കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ട്രയാങ്കിൾ പഠിച്ച് ഓർത്ത് വയ്ക്കുക. ഈ ട്രയാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്, കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ V/R സിമ്പിൾ V/R. അപ്പോൾ V എത്ര തന്നിട്ടുണ്ട്, V/R ആണ് തന്നിട്ടുള്ളത്. V = 12 വോൾട്ട് ആൻഡ് റെസിസ്റ്റർ 40 ohmൽ കൂടെ പോകുന്ന റെസിസ്റ്റൻസ് ആണ് കാണാനുള്ളത്, കറണ്ടാണ് കാണാനുള്ളത് 40 ohms. അപ്പോൾ എത്ര കിട്ടും, 12/40 എത്ര ചെയ്യുക, 2 വെച്ചിട്ട് ചെയ്യാം, 6 20 3 2 വെച്ചിട്ട് ചെയ്യാം, 3/10 0.3 അല്ലേ.
0.3 ആംപിയേഴ്സ് അല്ലേ? അപ്പോൾ ഇതാണ് കറണ്ട് കിട്ടുന്നത് ആംപിയേഴ്സ്, 0.3 ആംപിയേഴ്സ് എന്ന് കിട്ടും കേട്ടോ. നെവർ മൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹീറ്റ് ജനറേറ്റഡ് ത്രൂ. ഓക്കെ, ഹീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ജനറേറ്റഡ് ത്രൂ 60 ഓം റെസിസ്റ്റൻസ് ഇൻ 2 minutes. ഓക്കെ, നമുക്കറിയാം ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്. വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. ആൻഡ് റെസിസ്റ്റൻസ് നമുക്കുണ്ട് 60 ohms ആണ്. അതുപോലെ ടൈം നമുക്കുണ്ട് 2 minutes ആണ്. ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് മക്കളെ? ഹീറ്റിൻ്റെ H is equal to V²/R into T. ഓക്കെ, V സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? V സ്ക്വയർ എവിടെ? V സ്ക്വയർ എത്ര? 12 സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് എത്ര? 60 ohm അല്ലേ മക്കളെ? 60 ohm ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ 2 minutes. 2 minutes എന്ന് പറയുമ്പോൾ 2 minutes 2 into 60 seconds. 60, അപ്പോൾ 16 കട്ടായി പോയി. ആൻഡ് 144 ഇൻറ്റു 2 എത്ര കിട്ടും? 288 കിട്ടും അല്ലേ? 288 എന്താടാ? ഹീറ്റല്ലേ? ജൂൾസ്. സോ ദിസ് ഈസ് ദ ബേസിക് തിങ്. എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ സിമ്പിൾ. ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളാണ്, പഠിക്കാതെ പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. എല്ലാ ഫോമിലെയും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. നമ്മൾ ഈ പാഠത്തിൽ എന്താണ് ബേസിക്കലി പഠിച്ചത്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ നമ്മൾ ബേസിക് പഠിച്ചത്. കറണ്ട് കൊടുക്കുന്നു ഒരു സോളിനോയിഡിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് കൊടുക്കുമ്പോൾ ആ സോളിനോയിഡ് എന്താവും? ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചത്. കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റ്. അപ്പോൾ ഈ കറണ്ടും മാഗ്നറ്റിസം അത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ് മക്കളെ. നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റ് കൊടുത്തിട്ട് കറണ്ട് ഉണ്ടാക്കുന്നു, ഇവിടെ കറണ്ട് കൊടുത്തിട്ട് മാഗ്നറ്റ് ഉണ്ടാകും. ആ റിലേഷൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, സിമ്പിളായിട്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ സ്ട്രെയിറ്റ് വയർ. ഒരു സ്ട്രെയിറ്റ് വയർ, മാക്സ്വെൽസ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ എന്ത് പറയുന്നു? ഒരു കറണ്ട് കണ്ടക്റ്റിംഗ് വയറിനെ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സച്ച് ദാറ്റ് എൻ്റെ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കേൾ ചെയ്തിട്ടുള്ള ഫിംഗേഴ്സ് എന്തിനെ സൂചിപ്പിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കും. അത് തന്നെയാണ് മാക്സ്വെൽസ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഇഫ് യു ഹോൾഡ് ദ ഫിംഗർ ലൈക്ക് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, അതൊന്ന് പഠിച്ചു നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു നോക്കുക കേട്ടോ. ആൻഡ് ഇതിൽ നമുക്ക് ടേക്ക് അവേ ആയിട്ട് കൊടുക്കാനുള്ളത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ളത് എന്താണ്? സോളിനോയിഡ് തന്നെയാണ്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സോളിനോയിഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് അങ്ങ് എഴുതി വെക്കുന്നു. അപ്പോൾ അടുത്ത പാഠത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം ജനറേറ്ററിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ എഴുതുക, ഒരു പാഠത്തിൻ്റെ പേര് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള മെത്തേഡ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. പോയിന്റ് വൈസ് എഴുതാനായിട്ട് ഒരു 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുക. അതൊരു പോയിൻ്റാണ്. പിന്നെ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടി വിടുക. കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടി കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ആവും. കറണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പം കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടി കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കൂടും. സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുക. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമ്പർ ഓഫ് ടേൺസ് കൂടുക. സോളിനോയിഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും നമുക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ജനറൽ കേസസ് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് എന്ത് ചെയ്യുക? എക്സാം പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്തത് മോട്ടർ പ്രിൻസിപ്പിൾ മക്കളെ. മോട്ടർ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? ഒരു മാഗ്നറ്റൊക്കെ വെച്ചിട്ട് നടത്തിയ സ്പ്ലിറ്റ് റിങ്സ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ജനറലി അതൊക്കെ ഓർത്തിരിക്കുക. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ആ കണ്ടക്ടറിന് എന്ത് പറ്റും? അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? മോട്ടർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇവിടെ ഒരു കണ്ടക്ടർ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് കാരിങ് കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് മോട്ടർ പ്രിൻസിപ്പിൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിച്ചത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ് പറയുന്നത്? ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. ഇപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. ഫാദർ മദർ ആൻഡ് ചൈൽഡ്. ഫാദർ മദർ ചൈൽഡ്. അപ്പോൾ തമ്പാണ് ആര്? ഫാദർ. ഇതാണ് എന്ത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പം ഇഫ് യു ഹോൾഡ്, ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ റൂൾസും സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇഫ് യു ഹോൾഡ് ദിസ് 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് യുവർ തമ്പ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഇഫ് ഇൻ സച്ച് എ വേ ദാറ്റ് മിഡിൽ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ആൻഡ് 4 ഫിംഗർ മദറാണ്.
മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ചൈൽഡാണ് കറണ്ട്, ആൻഡ് forefinger shows the direction of the magnetic field, then the thumb indicates the direction of the force എന്നുള്ളതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മക്കളെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇലക്ട്രിക് മോട്ടറാണ് അടുത്ത ചോദ്യം. ഇലക്ട്രിക് മോട്ടർ നമ്മൾ പഠിച്ചു, ഇലക്ട്രിക് മോട്ടർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് മോട്ടറിൽ ബേസിക്കലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജനറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് ഉണ്ടാക്കാൻ. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആർമേച്ചറൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാക്കുന്നു ജനറേറ്റർ. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കേണ്ട പാഠങ്ങളാണ് മക്കളെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട പാഠങ്ങളാണ്. ഇപ്പോൾ ഈ മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്തു, മോട്ടർ ഒന്ന് കറങ്ങുന്നു. നമ്മൾ മറ്റേ റിമോട്ട് കാറിൻ്റെയൊക്കെ മോട്ടറൊക്കെ പണ്ട് ഊരിയെടുത്തിട്ട് അതിന് കറണ്ട് കൊടുത്തിട്ട് ബാറ്ററി കൊടുത്ത് കറക്കത്തില്ലേ, അത് തന്നെയാണ് മോട്ടർ എന്ന് പറയുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു, ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു, എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ എനർജി കൺവേർഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. മക്കളെ സ്പ്ലിറ്റ് റിങ്സിൻ്റെ പഠിക്കുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, എല്ലാ ഹാഫ് റൊട്ടേഷനിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആരാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആരാണ്? സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഓർത്തിരിക്കുക, ഇവിടെ ഇലക്ട്രിക് മോട്ടറിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ജനറേറ്ററിൽ AC ജനറേറ്ററിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? സ്ലിപ്പ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആർമേച്ചറിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? സ്ലിപ്പ് റിങ്സ് ആണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ മക്കളെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച്. മൂവിങ് കോയിലിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലുള്ള ആളാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ആൻഡ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സൗണ്ട് ഉണ്ടാക്കാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എനർജി കൺവേർഷൻ ഓർത്തിരിക്കുക. എന്തിനാണ്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു. സൗണ്ട് എനർജിയിൽ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജിയാണ്. പക്ഷേ ഈ സൗണ്ട് എന്താണ്? വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ വേവ്സ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി എന്നും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനർജി കൺവേർഷൻ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൗണ്ട് എനർജി എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ എന്ത് എഴുതുക? മെക്കാനിക്കൽ എനർജി എന്ന് എഴുതുക. ഡയറക്റ്റ് മെക്കാനിക്കൽ എനർജി എന്ന് എഴുതണ്ട. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ഓർത്തിരിക്കണം? ഇതിൻ്റെ പാർട്സ് ഓർത്തിരിക്കണം, ഡയഫ്രം ഓർത്തിരിക്കണം, വോയിസ് കോയിൽ ഓർത്തിരിക്കണം. ഡയഫ്രം, വോയിസ് കോയിൽ, അതുപോലെ ഡയഫ്രത്തിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഡയഫ്രം, അതുപോലെ വോയിസ് കോയിൽ, അതുപോലെ ഫീൽഡ് മാഗ്നറ്റ്, ഈ 3 പീസൊക്കെ ഓർത്തിരിക്കുക. പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പഠിച്ചോളാം. ഈ 3 കാര്യങ്ങൾ മറക്കാതെ പഠിച്ചോളാം. ഡയഫ്രം, വോയിസ് കോയിൽ ആൻഡ് ഫീൽഡ് മാഗ്നറ്റ് എന്നുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ടോപ്പിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാം. 6 മാർക്കിന് ചോദിക്കാന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ ഈ ചാപ്റ്റർ പഠിക്കാം. EMI ഇതെന്താണ് പറയുന്നത്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻഡ്യൂസ്ഡ് EMFിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? നമ്പർ ഓഫ് ടേൺസ് മാറ്ററിയോ? ഇവിടെ നമ്മൾ എന്താണ് മക്കളെ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു മാഗ്നറ്റ് ഒരു സോളിനോയിഡിൻ്റെ അകത്ത് കയറ്റി ഇറക്കിയിട്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മാഗ്നറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ആകത്തില്ലേ? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ആകത്തില്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ ജനറേറ്ററാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇലക്ട്രിക് മോട്ടോർ പഠിച്ചു. അതുപോലെ ഈ പാഠത്തിൽ നമ്മൾ ജനറേറ്റർ പഠിക്കുന്നു. ജനറേറ്റർ എന്തുവാണ്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ ഈ ജനറേറ്റർ ഓൺ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നു ആര്? ജനറേറ്റർ. അപ്പോൾ എനർജി കൺവേർഷൻ, എല്ലാ കാര്യത്തിലും എനർജി കൺവേർഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഫീൽഡ് മാഗ്നറ്റ് പഠിക്കുക. മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ജനറേറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആർമേച്ചർ പഠിക്കുക. ആർമേച്ചർ ആരാണ്? ഈ മാഗ്നറ്റിൻ്റെ രണ്ട് നോർത്ത് സൗത്ത് എന്ന് പറയുന്ന മാഗ്നറ്റിൻ്റെ ഇടയിൽ കിടന്ന് കറങ്ങുന്ന ആളാണ് ആര്? ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആളാണ് ആര്? സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത്. AC ജനറേറ്ററിൽ മാത്രമാണുള്ളത്. DC ജനറേറ്റർ ഏതാണുള്ളത്? സ്പ്ലിറ്റ് റിങ്സ് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ സ്ലിപ്പ് റിങ്സ് ഏതിലാണുള്ളത്? AC ജനറേറ്റർ മാത്രമാണുള്ളത് കേട്ടോ. ആൻഡ് ബ്രഷസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആർമേച്ചറൊക്കെ കറങ്ങിയിട്ട് ഉണ്ടാകുന്ന കറണ്ടില്ലേ, ഈ കറണ്ടിനെ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്ന ആരാണ്? ബ്രഷസ് ആണ്. ഈ ബ്രഷസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രാഫൈറ്റ് ബ്രഷസ് അല്ലേ, ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ് എന്ത് ചെയ്യുന്നത്? കറണ്ടിനെ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് DC ആൻഡ് AC ജനറേറ്റർ. മക്കളെ ഇത് പഠിച്ചു വെക്കുക. AC ആൻഡ് DC ജനറേറ്റർ, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ യൂസേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് ഔട്ട്പുട്ട് ഗ്രാഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് ഗ്രാഫ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഔട്ട്പുട്ട് ഗ്രാഫ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ AC ൻ്റെ ആണെങ്കിൽ
ഇവിടെ ടൈമുണ്ട് ആൻഡ് ഇവിടെ EMF ഉണ്ട്. AC-ൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നമ്മുടെ സൈനിൻ്റെ ഗ്രാഫ് പോലെയൊക്കെ ഉള്ള ഗ്രാഫായിരിക്കും കാണാൻ പറ്റുക. ആൻഡ് അടുത്തത് EMF DC-യിൽ വൈ ആക്സിസിൽ EMF കൊടുക്കുക, ഇവിടെ ടൈം കൊടുക്കുക. ഇത് DC ആണ് കേട്ടോ. ഇത് DC ആണെങ്കിൽ DC-യിൽ ഗ്രാഫ് ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും കേട്ടോ, ഇങ്ങനെ ആയിരിക്കും DC-യിൽ ഔട്ട്പുട്ട് ഗ്രാഫ് വരുന്നത്. അപ്പോൾ DC-ൻ്റെയും AC-ൻ്റെയൊക്കെ ജനറലി കൊടുക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ജനറലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടേക്ക് അവേ ആയിട്ട് എടുത്തിട്ട് പോകാനായിട്ടുള്ള കാര്യം. ഇത് കാരണമുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. ചൂസ് ദ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC. ഓക്കെ, DC എന്ന് കേൾക്കുമ്പോൾ DC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ച ഒരു ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിഗർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ ബി ടിക്കിടും, ഫുൾ മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ തെറ്റാണ്. ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ചൂസ് ദ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ. കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ കറക്റ്റ് ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതാടാ? AC തന്നെയാണ്. അപ്പോൾ എ ആണ് ആൻസർ. സോ അത് കുഴഞ്ഞു പോകരുത്, കാരണം ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ എഴുതാം. അടുത്ത വർക്കിംഗ് പ്രിൻസിപ്പൾ ഏതാണ്? ജനറലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ EMI ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ജനറൽ ഇപ്പോൾ ചോദിച്ച 1 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഉപയോഗം അത് തന്നെയാണ് ട്രാൻസ്ഫോമറിൻ്റെ യൂസ്. പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ എഴുതും. പക്ഷേ കറക്റ്റാണ്, ബേസിക്കലി കറക്റ്റാണ്. പക്ഷേ ആക്ച്വൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ് കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ആരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെഴുതും? മ്യൂച്വൽ ഇൻഡക്ഷൻ എഴുതണം. ആൻഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പഠിച്ചു. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പഠിച്ചു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പഠിച്ചു. എന്തൊക്കെയാണ് അവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനും വോൾട്ടേജിനും കറണ്ടിനും അതുപോലെ ആ വയറിൻ്റെ തിക്നെസ്സിനും ഒക്കെ സംഭവിക്കുന്ന എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം ഞാൻ, സെക്കൻഡറി കോയിലിൻ്റെ ടേൺസ് ആയിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കൂടുതൽ. അപ്പോൾ സ്റ്റെപ്പ് അപ്പാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഏതായിരിക്കും കൂടുതൽ? സെക്കൻഡറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ. ആൻഡ് അവിടുത്തെ വോൾട്ടേജ്, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കൂടി അവിടെ വോൾട്ടേജ് കൂടും എന്ന് തന്നെ ഓർത്തിരിക്കുക. ഏതായിരിക്കും? സെക്കൻഡറിൻ്റെ തന്നെ ആയിരിക്കും, സെക്കൻഡറി കോയിലിൻ്റെ തന്നെ ആയിരിക്കും വോൾട്ടേജ് കൂടുതൽ. പക്ഷേ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടെ കറണ്ട് തിരിച്ചല്ലേ വരുള്ളൂ. കറണ്ട് ഏതിനായിരിക്കും കൂടുതൽ? കറണ്ട് പ്രൈമറി കോയിലിനായിരിക്കും കറണ്ട് കൂടുതൽ പ്രൈമറി കോയിലിനായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ തിക്നെസ്സും കൂടുതൽ ആർക്കായിരിക്കും? തിക്നെസ്സും കൂടുതൽ. കറണ്ട് കൂടുതലാണെങ്കിൽ അവിടെ തിക്നെസ് കൂടുതലാണെന്ന് ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചിരിക്കുക. തിക്നെസ് ആർക്കായിരിക്കും കൂടുതൽ? പ്രൈമറിക്കായിരിക്കും കൂടുതൽ. ഇത് ഏതിൻ്റെ കേസാണ്? ഇത് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ഡൗണിൻ്റെ നോക്കാം. സ്റ്റെപ്പ് ഡൗണിൽ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസിൻ നേരെ ഓപ്പോസിറ്റ് ആവും. എല്ലാ കണ്ടീഷൻസും നേരെ ഓപ്പോസിറ്റ് ആവും. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും സെക്കൻഡറിനേക്കാളും കൂടുതൽ. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി കൂടുതലാണെങ്കിൽ വോൾട്ടേജും പ്രൈമറി കോയിലിൽ തന്നെ ആയിരിക്കും കൂടുതൽ, VS എന്ന് പറയും. പക്ഷേ വോൾട്ടേജ് പ്രൈമറി കൂടുതലായതുകൊണ്ട് സെക്കൻഡറിയിലായിരിക്കും ഇപ്പോൾ കറണ്ട് കൂടുതൽ സെക്കൻഡറി കോയിലാണ്. അതുപോലെ തന്നെ തിക്നെസ്സും കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ സെക്കൻഡറി കോയിലിൽ തന്നെ ആയിരിക്കും തിക്നെസ്സും കൂടുതൽ കേട്ടോ. ഇത് മനസ്സിലാക്കുക. ഇത് ആണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഫോമുല പഠിക്കുക. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി. ഫോമുല പഠിക്കുക മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഏരിയ ആണ്. ഫോമുല പഠിക്കുക. വോൾട്ടേജ് സെക്കൻഡറി ഡിവൈഡ് ബൈ വോൾട്ട്. മക്കളെ നമ്പർ ഓഫ് ടേൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇപ്പോൾ സെക്കൻഡറിയിലാണ് കൂടുതലെങ്കിൽ വോൾട്ടേജിൻ്റെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. പക്ഷേ കറണ്ടിൻ്റെ പ്രൈമറി ആയിരിക്കും കൂടുതൽ. വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുതലാണെങ്കിൽ കറണ്ട് സെക്കൻഡറിയിൽ കുറവായിരിക്കും. അപ്പം കറണ്ടും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഫോമുല ഡയറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ആൻഡ് പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ പവർ ഇൻപുട്ട് കാണുക. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. P = IV ആണെന്ന് നമുക്കറിയാലോ, അല്ലെങ്കിൽ VI ആണെന്ന് നമുക്കറിയാലോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ ആരാണുള്ളത്? സെക്കൻഡറി കോയിലാണുള്ളത്. ഇൻപുട്ടിൽ ആരാണുള്ളത്? P ആണത്, പ്രൈമറി കോയിലാണുള്ളത്. IP / VP എന്നുള്ള ഇക്വേഷൻ ജനറലായിട്ട് ഓർത്തിരിക്കുക. എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ കൂടി ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ ട്രാൻസ്ഫോമറിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ജനറലി നമ്മൾ നേരത്തെ നോക്കിയ ഒരു സംഭവം നമുക്കിപ്പോഴും നോക്കാം. ഇപ്പോൾ NS/NP > 1 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ഐഡൻറ്റിഫൈ ദ ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കും. ഇപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക?
ജനറലി നിങ്ങളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിട്ട് എഴുതാതിരിക്കരുത്. ഈ എൻ പിനെ എപ്പോഴത്തോട്ട് കൊണ്ടുപോകാം, ഈക്വൽ ടു ആണെന്ന് വയ്ക്കുക, ഇപ്പോഴത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആയില്ലേ, അപ്പോൾ എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്നാവും. എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതൽ ഏതിലാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ്. അപ്പോൾ ഇത് ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇതുപോലെ കറണ്ടിൻ്റെ ചോദിക്കാം, ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്, സോറി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 1 ആണെന്ന് വെച്ചോ. ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ പി ലെസ് ദാൻ ഐ എസ്, അതായത് കറണ്ടിൻ്റെ സെക്കൻഡറിയിലുള്ളതാണ് കൂടുതൽ, പ്രൈമറിയിലുള്ളത് കുറവാണ്. കറണ്ട് പ്രൈമറി കുറവ് ഏതാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോ റിലേഷനും ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കാണാതെ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം വോൾട്ടേജിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് കറണ്ടും തിക്നെസ്സും. ഈ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ടേൺസിൻ്റെ മാത്രം എന്തെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഫുള്ള് പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് ആണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലടാ? വളരെ സിമ്പിളാണ്. സോ ട്രാൻസ്ഫോമിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ EM എഴുതി വെക്കേണ്ട, മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെ എഴുതിക്കോളൂ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഇൻ 240 വോൾട്ട് AC സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് എത്രയാ? 4800 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സെക്കൻഡറിയിലുള്ള NS ആണ് കാണാനുള്ളത് അല്ലേ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ചോദ്യം NS ആണ് കാണാനുള്ളത്. സോ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി തന്നിട്ടുണ്ടല്ലേ, പ്രൈമറിയിൽ വർക്കിംഗ് ഇൻ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഇൻ 240 വോൾട്ടാണ്. അപ്പോൾ പ്രൈമറിയിലുള്ളത് VP = 240 വോൾട്ട് എഴുതുക. എല്ലാത്തിനും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സെക്കൻഡറിയിലുള്ളത് 8 വോൾട്ടാണ്. അതുപോലെ പ്രൈമറി കോയിലുള്ളത് 4800 അല്ലേ, അതായത് നമ്പർ ഓഫ് ടേൺസ് 4800. ഇനി NS കാണുക എന്നുള്ളതാണ്. VS ഡിവൈഡഡ് ബൈ VP ഇൻറ്റു എന്ത് ചെയ്യുക, NP ചെയ്യുക അല്ലേ, NS ഇട്ടൂലേ. ഏതാ ഇക്വേഷൻ മക്കളെ? VS ഡിവൈഡഡ് ബൈ VP ഇസ് ഈക്വൽ ടു NS ഡിവൈഡഡ് ബൈ NP. അതിൽ പ്രൊപ്പോർഷണലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. ആ ഡയറക്റ്റ്ലി ഈക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക. NS എത്ര കിട്ടും? VS എത്രയാടാ? 8 ഡിവൈഡഡ് ബൈ 240 ഇസ് ഈക്വൽ ടു ഇൻറ്റു 480 അല്ലേ, 4800 24 480 20 160 ആണ് നമ്പർ ഓഫ് ടേൺ. യൂണിറ്റ് ഒന്നുമില്ല, നമ്പർ ഓഫ് ടേൺസ് ആണ്. 160 നമ്പർ ഓഫ് ടേൺസ് ആരെങ്കിലും ഉണ്ട്, NSൻ്റെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യമാണ്, ഒരാളാണ് ആര്? സെൽഫ് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ട്? ഇൻഡക്ഷൻ സെൽഫ് സ്വന്തമായിട്ടുള്ള ആൾ തന്നെ ഒരു ബാക്ക് EMF കൊടുക്കും അല്ലേ. ബാക്ക് EMF കൊടുക്കുന്ന പരിപാടിയാണ് ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് രണ്ട് സർക്യൂട്ട് തന്നിട്ട് ഒരു AC-യും ഒരു DC-യും തന്നിട്ട് ഇവരിൽ ആരാണ് സെൽഫ് ഇൻഡക്ഷൻ കൂടുതൽ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരാണ്? AC-യിലുള്ള ആളാണ്. കാരണം കറണ്ടിൻ്റെ ചേഞ്ച് എവിടെയാണ് മക്കളെ ഉണ്ടാകുന്നത്? കറണ്ടിൻ്റെ ചേഞ്ച് എപ്പോഴും AC-യിലാണ് ഉണ്ടാകുന്നത്. കറണ്ടിൻ്റെ ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ അവിടെ ബാക്ക് EMF ഇൻഡ്യൂസ് ആകത്തുള്ളൂ. ബാക്ക് EMF ഇൻഡ്യൂസ് ആയാൽ മാത്രമേ അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ദാറ്റ് ഇസ് സെൽഫ് ഇൻഡക്ഷൻ, ബാക്ക് EMF റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. സോ നേരത്തെ ഇതിൽ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന് പകരം ഇപ്പോൾ ഈ പാഠത്തിൽ മൂവിങ് കോയിൽ മൈക്രോഫോണാണ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് നോക്കുക. പാഠത്തിൻ്റെ പേര് തന്നെ എഴുതി നോക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ പാർട്സ് ചോദിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കഴിഞ്ഞ മോഡലിന് എന്താണ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ സ്റ്റേജസ് വരും. സൗണ്ട് വേവ്സ് വരുന്നു, ഡയഫ്രത്തിലേക്ക് ഇറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ പാട്ട് തന്നിട്ട് ലാസ്റ്റ് ഇലക്ട്രിക് സിഗ്നലായിട്ട് പോകുന്നു. ഇങ്ങനെ ഓൾട്ടർനേറ്റ് തരും. ഇതിനെ അറേഞ്ച് ചെയ്യുക, ഇതിൻ്റെ പ്രോസസ്സ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ വർക്കിംഗ് പഠിച്ചാൽ മാത്രമേ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ പാട്ട് പഠിക്കുക, ഡയഫ്രം പഠിക്കുക, വോയിസ് എല്ലാം പഠിക്കുക. പിന്നെന്താ ഉള്ളത്, ഇലക്ട്രിക് സിഗ്നലാണ് ലാസ്റ്റ് പോകുന്നത്. അങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റ് പഠിക്കുക. സൗണ്ട് വേവ്സ് വരുന്നു, അങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂവിങ് കോയിൽ മൈക്രോഫോണും അതുപോലെ തന്നെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറും ഫിഗർ ഉൾപ്പെടെ നിങ്ങൾ ഡയഗ്രാം ഉൾപ്പെടെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, പഠിച്ച് വെക്കുക. ആൻഡ് ഇതിൽ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ എർത്തിങ്ങും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ എർത്ത് പിന്ന്, ബാക്കി പിന്നിൽ നിന്ന് ഡിഫറൻസ് വരുന്ന എർത്ത് പിന്നെന്ന് പറയുമ്പോൾ അറിയാലോ, നീളം കൂടിയ പിന്നായിരിക്കും. ബാക്കി പിന്നിൽ നിന്ന് നീളം കൂടുതൽ, തിക്നെസ് കൂടുതലായിരിക്കും. ജനറലി അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് പഠിച്ചു വെക്കുക. നമ്മൾ 4th ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് 6 മാർക്കിന് വരെ ചോദ്യം വരാനുള്ള ചാപ്റ്ററാണ്.
സോ ബേസിക്കലി ഇതിൽ നിങ്ങൾ എന്ത് പഠിക്കുക, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു നോക്കുക. I is equal to R, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പഠിക്കുക. എന്താണ് മക്കളെ റിഫ്ലക്ഷൻ? ഒരു റേ വന്നിരിക്കുന്നു ആൻഡ് ഇവിടെ തെറിച്ച് പോകുന്നു അല്ലേ, ഇത് നോർമലാണ്. നോർമൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു ആംഗിളാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിനെയാണ് I എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് ഈ റിഫ്ലക്ഷൻ പോകുന്നതാണ് R റിഫ്ലക്ഷൻ. അപ്പോൾ അതെന്തായിരിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം പഠിച്ചു നോക്കുക. നോർമലായിട്ട് വരുന്ന ആംഗിളാണ് കേട്ടോ അത് രണ്ടും. ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈൻ ദ സെയിം പ്ലെയിൻ. രണ്ട് ലോ ഉണ്ട്. ഒന്ന് I is equal to R, ഇൻസിഡൻറ്റ് റേ ഈസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ, ആൻഡ് ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് അടുത്ത ലോ. ഓക്കെ, ഈ രണ്ട് ലോ പഠിക്കുക. സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് പ്ലെയിൻ മിററിനെ പറ്റിയാണ്. പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കുക. ആൻഡ് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആസ് ഒബ്ജക്റ്റ്. അത് ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എപ്പോഴായിരിക്കും, സെയിം ഡിസ്റ്റൻസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്, സെയിം ആസ് ഒബ്ജക്റ്റ്. സൈസ് സെയിം ആയിരിക്കും. പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇമേജിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, സൈസ് ഓഫ് ദ ഇമേജ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നേച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും അല്ലേ. ഇമേജ് എപ്പോഴും കിട്ടുന്ന ഇമേജും എന്തായിരിക്കും, വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും. അതും ഓർത്ത് വയ്ക്കുക കേട്ടോ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു പ്ലെയിൻ മിററിനെ ഇങ്ങനെ എടുത്ത് വെച്ചു. രണ്ട് പ്ലെയിൻ മിററിനെ എന്ത് ചെയ്യാണ്, രണ്ട് പ്ലെയിൻ മിററിനെ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ വെച്ചേക്കാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് റിഫ്ലക്ഷൻ കിട്ടും, എത്ര ഇമേജസ് കിട്ടും എന്നുള്ളത് n is equal to 360 divided by തീറ്റ മൈനസ് 1 എന്ന് പറയുന്ന ഫോമുല വെച്ച് ചെയ്യുക. എത്ര ഇമേജ് കിട്ടും, ആംഗിൾ തീറ്റ ഡീവിയേഷനിൽ എത്ര ഇമേജ് കിട്ടും എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അതുകൂടി ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ ചോദിക്കും മക്കളെ. റേ ഡയഗ്രാം ചോദിക്കും, അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ ചോദിക്കും. പഠിക്കുക. 6 റേ ഡയഗ്രാം ഉണ്ട് നമ്മളെ കോൺകേവിൽ. ഞാൻ എല്ലാം ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ആൻഡ് കോൺവെക്സിൽ തന്നെ 2 ഇമേജ് പഠിക്കാം. മൊത്തത്തിൽ 8 റേ ഡയഗ്രാം ഇമേജ് ഫോർമേഷൻ കാര്യങ്ങൾ പഠിക്കണം. അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഈ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. എവിടെ ഇമേജ് ഫോം ആവും കോൺവെക്സ് മിററിൽ, അല്ലെങ്കിൽ കോൺകേവ് മിററിൽ എവിടെ ഇമേജ് ഫോം ആവും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഫോക്കസിൽ വെച്ചാൽ എവിടെ വരും എന്നൊക്കെയുള്ള 6 കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കോൺവെക്സ് മിററിൻ്റെ 2 മൊത്തം 8 ഡയഗ്രാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ബൈഹാർട്ടില്ല, ജനറലി പഠിച്ച് വെക്കണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റേ ഡയഗ്രാം ആൻഡ് ഇമേജ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ആൻഡ് സിറ്റുവേഷൻ മേക്കിംഗ് യൂസ് ഓഫ് മിറേഴ്സ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ, ഈ 3 കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. എവിടെയാണ് നമ്മൾ ഷേവിംഗ് മിറർ ഉപയോഗിക്കുന്നത്, എവിടെയാണ് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ മിറേഴ്സ് ഉപയോഗിക്കുന്നത്, എവിടെയാണല്ല ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ ഏത് ടൈപ്പ് മിററാണ്, അല്ലെങ്കിൽ റിയർ വ്യൂ മിറർ ഏത് ടൈപ്പ് മിററാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനറലായിട്ട് ഓർത്ത് വയ്ക്കുക. ജനറലായിട്ട് ഓർത്ത് വയ്ക്കുന്നതിനോടൊപ്പം ആ ഏത് മിററാണെന്നുള്ള കാര്യങ്ങൾ, മിററിൻ്റെ പ്രത്യേകതകൾ, മിററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിറർ ഫോർമുല തന്നെയാണ്. മിറർ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. 1/f is equal to 1/v plus 1/u എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്തിരിക്കുക. v എന്ന് പറയുമ്പോൾ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ്, u എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്, f എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. സോ മാഗ്നിഫിക്കേഷൻ അല്ലേ, മാഗ്നിഫിക്കേഷൻ m is equal to height of image divided by height of object is equal to -v/u എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുകൂടി പഠിക്കുക. റേ ഡയഗ്രാം ആൻഡ് ഈ മിറർ ഫോർമുല തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടില്ല, ന്യൂ കണ്ടീഷൻ സൈൻ കൺവെൻഷൻ പഠിക്കുക. എവിടെയാണ് ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, എവിടെയാണ് നെഗറ്റീവ്, ഹൈറ്റ് എവിടെയാണ് നെഗറ്റീവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബേസിക്കലി ഇപ്പം ന്യൂ കണ്ടീഷനിൽ ഇവിടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്, താഴോട്ട് നെഗറ്റീവാണ്, ഇങ്ങോട്ട് നെഗറ്റീവാണ്, ഇങ്ങോട്ട് പോസിറ്റീവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 4 cm is placed in front of a concave mirror at a distance of 30 cm away from it and an image is formed 15 cm on the same side of the image. ഓക്കെ, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നോക്കൂ, ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 4 cm തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 4 cm. ആൻഡ് ഇവിടെ യു തന്നിട്ടുണ്ട് അല്ലേ, യു തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് 30 cm. 30 cm എന്ന് പറയുമ്പോൾ ന്യൂ കണ്ടീഷൻ വെച്ചിട്ട് -30 ആണ്. സെയിം സൈഡാണ് ഇമേജ് ഫോർമേഷനും. അപ്പോൾ v is equal to -15 ആണ്. നമുക്ക് എന്ത് ചെയ്യുക,
ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക 1/f = 1/v + 1/u അല്ലേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചെയ്യും? ആ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുല കിട്ടുമ്പോൾ എത്ര f എത്ര കിട്ടും? vu / v + u എന്ന് കിട്ടും. അതായത് vu എന്ന് പറയുമ്പോൾ 45 -10 ആണ് ഫോക്കൽ ലെങ്ത് കേട്ടോ. -10 ആണ് ഫോക്കൽ ലെങ്ത്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കാണാം -v/u ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ സൈൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ -v എന്ന് പറയുമ്പോൾ -15 / 30 ആണ്. -30 ആണ്. അതായത് ഇവിടെ പ്ലസ് ആവും. അതായത് 15 / -30 എന്ന് വരും. കിട്ടാൻ പോകുന്നത് -1/2 എന്നുള്ളതായിരിക്കും. അതായത് പകുതി ഇമേജ് കുറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. സോ മാഗ്നിഫിക്കേഷൻ കാണുക. ഇവിടെ ഹൈറ്റ് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. ഈ വിയും യുവും വെച്ച് തന്നെ മാഗ്നിഫിക്കേഷൻ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കുക. എന്താണ് സ്നെൽസ് ലോ? നമ്മുടെ സ്നെൽസ് ലോ എന്ന് പറയുന്ന sin I / sin r = കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. നമ്മൾ ഒരു റിഫ്രാക്ട് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് റിഫ്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നോർമൽ അല്ലേ, നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് റിഫ്രാക്ഷൻ. ഇവിടെ ഈക്വൽ ആയിരിക്കില്ല, ഐയും ആറും ഈക്വൽ ആയിരിക്കില്ല. റിഫ്രാക്ഷനും ഇൻസിഡൻസും എപ്പോഴും ഈക്വൽ ആവുമോ? ഇല്ല, വ്യത്യാസമായിരിക്കും. അപ്പോൾ sin I / sin r = കോൺസ്റ്റൻറ്റ്. ഇതാണ് സ്നെൽസ് ലോ പറയുന്നത്. അതുപോലെ ആംഗിൾ ഓഫ് ദ ഇൻസിഡൻറ്റ് റേ, അതുപോലെ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അവരെ 3 പേരും, റിഫ്രാക്റ്റഡ് റേയും ഇൻസിഡൻറ്റ് റേയും അതുപോലെ മറ്റേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചില്ല, അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പറയുന്ന പോലെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇത് ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ ഒരു ഡെൻസർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം ആണെങ്കിൽ ഇവിടെ ഒരു റേ പോയി കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. നോർമൽ ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ടുള്ള C എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. വെൻ ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ. റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ടൈമിൽ എന്താണ്? റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ടൈമിൽ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളാണ്. നമ്മൾ പഠിച്ചു. പിന്നെ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഈ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇത് 90 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആംഗിളുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ C. ഇപ്പോൾ 90 ഡിഗ്രി വന്നു. ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? നേരെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ്. ഇപ്പോൾ I എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിന് IC-നെക്കാളും കൂടുതലാണെങ്കിൽ ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. TIR അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കേട്ടോ. അത് മാത്രം ഓർത്തിരിക്കുക. ജനറൽ ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. സോ ലെൻസ് ഫോർമുല ഓർത്തിരിക്കുക, റേ ഡയഗ്രം പഠിക്കുക, അതുപോലെ ലെൻസ് ഫോർമുല ഓർത്തിരിക്കുക എന്നുള്ളതാണ്. റേ ഡയഗ്രം ഞാൻ എല്ലാം കൊടുക്കുന്നില്ല, നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുക. ലെൻസ് ഫോർമുല, റേ ഡയഗ്രം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലെൻസ് ഫോർമുല ഓർത്തിരിക്കുക. ലെൻസ് ഫോർമുലയിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1/v - 1/u ആണ് എന്ത്? ലെൻസ് ഫോർമുല. മറ്റേത് മിറർ ഫോർമുലയിൽ 1/u + 1/u ആയിരുന്നു. ആൻഡ് മാഗ്നിഫിക്കേഷൻ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് സൈൻ ഇല്ല, v/u ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ പവർ പഠിക്കുക മക്കളെ. പവർ എന്ന് പറയുമ്പോൾ 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പവർ എന്തിൽ തന്നെ കിട്ടും? ഡയോപ്റ്റേഴ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റേഴ്സ് ആണ്. ജസ്റ്റ് അത് റിമെമ്പർ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന പാഠമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഒബ്സർവ് ദ റേ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ് ദ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഷോൺ ഇൻ ദ ഡയഗ്രാം. നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ അല്ലേ. ഇത് ഏത് ഒപ്റ്റിക്കൽ ഫിനോമിനാണ് മക്കളെ? തിരിച്ചു പോയി അല്ലേ. ഇത് റിഫ്ലക്ഷനാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. കാരണം എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ഇൻസിഡൻസ്. IC ഈസ് ഗ്രേറ്റർ ദാൻ IC. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, വിച്ച് will the phenomenon takes place if the ray of the light is allowed to fall in the water to air in the same direction of the angle justifier. ഓക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെൻസർ ടു റെയർ മീഡിയത്തിൽ പോകുന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമ്മളിങ്ങനെ സംഭവിക്കുക. ഗ്ലാസ് ഡെൻസറാണ്, എയർ
ലെസ് ഡെൻസറാണ്, അതായത് റെയറാണ്. അപ്പോൾ ഫിനോമിനൻ ഏതാണ്? അപ്പോൾ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പം ഇപ്പോൾ ഗ്ലാസിന് പകരം വെള്ളമായിരുന്നെങ്കിൽ ഇയാൾ ഇതുപോലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്യുമോ എന്നാണ് ചോദ്യം. നമ്മളെ ബേസിക്കായിട്ട് മനസ്സിലാക്കുക, ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന് മനസ്സിലാക്കുക, വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന് ബൈ ഹാർട്ട് ചെയ്യുക, ഗ്ലാസിൻ്റെയും ബൈ ഹാർട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ ആംഗിൾ, ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രീസ് ആണ് കേട്ടോ. 42 ഡിഗ്രീസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 45. അതായത് എന്താണ് 45 ഇസ് ഗ്രേറ്റർ ദാൻ 42. അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചത്. ക്ലിയർ ആണോ? ഇനി വാട്ടറിൻ്റെ ഓർത്തിരിക്കുക, വാട്ടറിൻ്റെ എത്രയാണ്? വാട്ടറിൻ്റെ ജനറലി ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് 48.6 ഡിഗ്രീസ് ആണ്. 48.6 ഡിഗ്രീസ് ആണ്. ഓക്കെ, ഇനി വാട്ടറിൻ്റെ കണ്ടീഷനിൽ വരുമ്പോൾ 48.6 ഇസ് ഗ്രേറ്റർ ദാൻ 45 അല്ലേ? 45 ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ലെസ് ദാൻ എന്താണെന്ന് പറയാം? ക്രിട്ടിക്കൽ ആംഗിളാണ് കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും. ക്രിട്ടിക്കൽ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനെ വരും, വാട്ടർ ആണെങ്കിൽ 45 ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷനാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യില്ല? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കൂടത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ക്രിട്ടിക്കൽ ആംഗിളാണോ കൂടുതൽ, ഇൻസിഡൻസ് ആംഗിളാണോ കൂടുതൽ? ഇൻസിഡൻറ്റ് ആംഗിളാണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ക്രിട്ടിക്കൽ ആംഗിളാണ് കൂടുതലെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ തന്നെ സംഭവിക്കും കേട്ടോ. സോ ഇത്രയായിരുന്നു നമ്മുടെ കാര്യം. സോ നമ്മൾ ചാപ്റ്റർ 6ലേക്ക് വരുമ്പോൾ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതേസമയം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹ്യൂമൻ ഐനെ പറ്റിയാണ്. ഹ്യൂമൻ ഐനെ പറ്റി നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. എന്താണ് ലൈറ്റ് ഏതിലെ കൂടെയാണ്? കണ്ണിലെ പ്യൂപ്പിളിനെ കൂടെയാണ് കടന്നു പോകുന്നത്. ഐസ് ആർ ദ കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിൽ ഏതാണ്? കോൺകേവ് അല്ല, കോൺവെക്സ് ലെൻസ് ആണുള്ളത്. ആൻഡ് നമ്മുടെ ബേസിക്കലി ഒരു ആവറേജ് മനുഷ്യൻ്റെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്, നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന പോയിൻ്റാണ് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നിയർ പോയിൻ്റ് എന്നുള്ളത് എത്രയാണ്? 25 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ ഫാർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. എത്ര വേണോ നമുക്ക് ഫാർ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഡിസ്റ്റിൻ്റ് ആയിട്ട് കാണാൻ പറ്റുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ബേസിക്കായിട്ട്. പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ബേസിക്കലി നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് എങ്കിൽ പോലും, നിങ്ങളൊരു A+ന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ പോലും, ബേസിക്കലി നിങ്ങൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് അറിവുകളാണ്. അപ്പോൾ ആ അറിവുകൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് കാര്യം. സോ പവർ ഓഫ് അക്കോമഡേഷൻ ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടാമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? നമ്മളെ കണ്ണിൻ്റെ കഴിവാണ് അല്ലേ, ഐസിൻ്റെ കഴിവാണ്. അതായത് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യാനുള്ള കഴിവാണ്. എങ്ങനെ? ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെറ്റിനയിൽ ഇമേജ് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാനുള്ള കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അത് പഠിക്കുക. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുന്നു കണ്ണിൻ്റെ കുറച്ച് അസുഖങ്ങൾ അതിനെപ്പറ്റി പഠിക്കുന്നു. ഹൈപ്പർമെട്രോപ്പിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോങ് സൈറ്റഡ്നെസ്, ദൂരെയുള്ള കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം, പക്ഷേ അടുത്തുള്ള കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് അതാണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഹൈപ്പർമെട്രോപ്പിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്? കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് അല്ലേ. കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിയർ പോയിൻ്റ് എപ്പോഴും 25 സെൻറ്റിമീറ്റേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. കാരണം നിയർ 25 സെൻറ്റിമീറ്റർ വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ, കുറച്ച് കൂടുതലായിരിക്കും. നിയർ പോയിൻറ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത നമുക്ക് ഏതായിരിക്കും പഠിക്കാനുള്ളത്? മയോപ്പിയ എന്ന് പറയുമ്പോൾ നിയർ സൈറ്റ്നെസ് ആണ്. നിയർ സൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള കാര്യങ്ങൾ ഡിസ്റ്റിൻ്റ് ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമേജ് ഓക്കെ, നമ്മളിപ്പോൾ ഐസ് ഉണ്ടെങ്കിൽ റെറ്റിനേൻ്റെ ബിഫോർ ആയിരിക്കും ആര് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഹൈപ്പർ മെട്രോപ്പിയിലാവട്ടെ റെറ്റിനെ കഴിഞ്ഞിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഫാർ പോയിൻ്റ് എപ്പോഴും ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റിക്ക് മുന്നേ ആയിരിക്കും. ദൂരെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അടുത്തായിരിക്കും കാണാൻ പറ്റുന്നത്. മീൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് കുറച്ചുകൂടെ അടുത്തായിരിക്കും. ഇൻഫിനിറ്റിനേക്കാളും ലെസ് ആയിരിക്കും. നമുക്കൊക്കെ ജനറലി ഉള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും ഫാർ പോയിൻ്റ് ഉള്ളത് കേട്ടോ. ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. നമുക്ക് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺവെക്സ് ലെൻസ് വെച്ചിട്ടും ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ആൻഡ് പ്രസ്ബയോപ്പിയ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രസ്ബയോപ്പിയ എന്താണ്? ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാം ഡിമിനിഷിങ് എബിലിറ്റി ഓഫ് ദ സിലിയറി മസിൽസിൻ്റെ ഡിമിനിഷിങ് എബിലിറ്റിയാണ് എന്ത് പറയുന്നത്? ഡിമിനിഷിങ് ആയിട്ടുള്ള ഇത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ഇവിടെയും നമുക്ക് കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനത്തെ ആൾക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷൻ വളരെ കുറവായിരിക്കും കേട്ടോ. സോ ഇത്രയും ഓർത്തിരിക്കുക മക്കളെ.
ദീസ് ആർ ദ കണ്ണിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ആൻഡ് ഡിസ്പേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ പ്രസത്തിലേക്ക് ലൈറ്റ് കടത്തി വിടുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 7 കളേഴ്സായിട്ട് പോകുന്ന ഓർമ്മയുണ്ടോ? അപ്പം സ്പ്ലിറ്റ് അപ്പ് ഓഫ് ദ കോമ്പോസിറ്റ് കളർ ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് ആണ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ ഹൈ വേവ് ലെങ്ത്, അപ്പോൾ നമുക്ക് എത്ര കളേഴ്സ് ഉണ്ട്? വിബ്ജിയോർ 7 കളേഴ്സ് ഉണ്ട്, റെയിൻബോ അങ്ങനെയൊക്കെ കാണുന്നില്ലേ, 7 കളേഴ്സ് ഉണ്ട്. ഏറ്റവും ഹൈ ആയിട്ടുള്ള വേവ് ലെങ്ത് ആർക്കാണുള്ളത്? റെഡിനാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ലോ ആയിട്ടുള്ള വേവ് ലെങ്ത് ആർക്കാണുള്ളത്? വയലറ്റിനാണെന്ന് മനസ്സിലാക്കുക. വിബ്ജിയോർ, അത് മനസ്സിലായല്ലോ. ഏറ്റവും ഹൈ ആയിട്ടുള്ള റേഡിയസ് വേവ് ലെങ്ത് ഉള്ളത് റെഡിനും, അതുപോലെ ലോ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത് വയലറ്റിനുമാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്ന ആരായിരിക്കും മക്കളെ? ഒരു ലൈറ്റ് കടത്തി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് ആയിരിക്കും, കുറച്ച് ബെൻഡ് ചെയ്യുന്നത് റെഡ് ആയിരിക്കും. ഓക്കെ, അതുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. റെയിൻബോയിൽ നടക്കുന്ന 3 പ്രോസസ്സാണ്. ഒന്ന് ഡിസ്പേർഷൻ, ഒന്ന് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ആരുണ്ട്? റിഫ്രാക്ഷനും ഉണ്ട് അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതുപോലെ റിഫ്രാക്ഷനുണ്ട്, ഡിസ്പേർഷനുണ്ട്. വന്ന് കഴിയുമ്പോൾ മഴത്തുള്ളിൽ നിന്ന് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അവിടെ വെച്ച് കുറേ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, അത് വെച്ചിട്ട് റിഫ്രാക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു, അത് കാരണമാണ് നമ്മൾ റെയിൻബോ കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതല്ലേ? ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓക്കെ, അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ ശ്രദ്ധിക്കാനുള്ളത് ന്യൂട്ടൺസ് വീലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ന്യൂട്ടൺസ് വീൽ അറിയാലോ, 7 കളേഴ്സ് ഉണ്ട്. അതിങ്ങനെ മോട്ടറിൽ വെച്ചിട്ട് കുറേ ഇങ്ങനെ കറക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വൈറ്റ് കളർ കാണാൻ പറ്റും. ബേസിക്കലി നമ്മൾ എല്ലാ കളേഴ്സും കാണുന്നുണ്ട്, പക്ഷേ വൈറ്റായിട്ട് അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഐൻ്റെ പവർ വെച്ചിട്ടാണ്. അതായത് ഒരു കാര്യം നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ റെറ്റിനയിൽ എത്ര സെക്കൻഡ്സ് 0.062 സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, നമ്മൾ ഈ കളറാണ് കാണുന്നത്, നമ്മൾ വീണ്ടും ഈ കളറാണ് കാണുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ എന്ത് ചെയ്യും? എല്ലാ കളറിനെ മിക്സപ്പ് ചെയ്യും. ഇപ്പോൾ എല്ലാ കളറും വിബ്ജിയോർ ചേർന്ന് ഏത് ലൈറ്റായി വൈറ്റ് കളറായി. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളറായിട്ട് നമുക്ക് കാണുന്നത്. അതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ജനറലി നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റും ഡെഫിനിഷൻസും ഒക്കെ പഠിക്കുക എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്കാറ്ററിങ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസും ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ തട്ടിയിട്ട് നമ്മുടെ വൈറ്റ് കളർ എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്ത് പോകുന്ന, അല്ലെ വൈറ്റ് ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്ന പരിപാടിയാണ് ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇറഗുലർ റിഫ്ലക്ഷൻ തന്നെയാണ്. നമ്മൾ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? അത് തന്നെയാണ് കാര്യം. വൈ സ്കൈ അപ്പിയർ ബ്ലൂ എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ സ്കൈ അപ്പിയർ, നമ്മുടെ സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കാം. സ്കാറ്ററിംഗ് തന്നെയാണ് മക്കളെ ബേസിക് ആയിട്ടുള്ള കാര്യം. സ്കാറ്ററിംഗ് ചെയ്ത് പോകുമ്പോൾ ഓരോ അതായത് അറ്റ്മോസ്ഫിയറിൽ ഓരോ പാർട്ടും സ്കാറ്റർ ചെയ്യുമ്പോൾ കൂടുതൽ സ്കാറ്ററിങ് ആരാ? ലോ വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ്. അപ്പോൾ ഇവർ സ്കാറ്റർ ചെയ്ത് ഒരുപാട് സ്കാറ്ററിങ് അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ റിഫ്ലക്ഷൻ കാരണമാണ് നമ്മുടെ സ്കൈ എന്ത് ചെയ്യുന്നത്? ബ്ലൂ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് വയലറ്റ് അല്ലെങ്കിൽ ഇൻഡിഗോ അവരൊക്കെ ആദ്യം വരുന്നത് ഏറ്റവും കൂടുതൽ ലോ ഫ്രീക്വൻസി ഉള്ളത് അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ അവരെന്തുകൊണ്ട് അവരെ നമുക്ക് സ്കൈയിൽ കാണാൻ പറ്റുന്നില്ല, ആ കളർ സ്കൈയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കാം. കാരണം ബ്ലൂ ആണ് നമുക്ക് ആ വൈറ്റ് ലൈറ്റിൽ വരുമ്പോൾ ബ്ലൂ ആണ് കുറച്ചുകൂടി കൂടുതലുള്ളത്. വയലറ്റിൻ്റെ ഇൻഡിഗോനേക്കാളും ബ്ലൂ ആണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പം നമുക്ക് സ്കൈനെ എന്തായിട്ട് കാണാൻ പറ്റും? ബ്ലൂ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് കേട്ടോ. ടിൻഡൽ ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്കാറ്ററിംഗ് ബൈ കൊളോയിഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ കാരണമുള്ള സ്കാറ്ററിങ്ങിനാണ് എന്ത് വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടിൻഡൽ എഫക്റ്റിനെ പറ്റി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് കളർ ഓഫ് സൺസെറ്റ് ആൻഡ് സൺറൈസ് ഇൻ ദ ഹൊറൈസൺ എന്ന് വരുമ്പോൾ ഫസ്റ്റ് സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ റെഡും ഓറഞ്ചും ഒക്കെ കളർ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ്? എന്തുകൊണ്ടാണ് ഹൊറൈസൺ ഇന്ന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരുന്ന ആരാണ്? വേവ് ലെങ്ത് കൂടുതലായിട്ടുള്ള റെഡാണ്. അപ്പോൾ നമുക്ക് സൺറൈസിനും സൺസെറ്റിനും ഒക്കെ ഇപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? റെഡാണ്. അപ്പോൾ റെഡാണ് ആദ്യം എത്തുന്നതും ആദ്യം അവസാനം പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു പാഠം വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള പാഠമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് എനർജി മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. മേ ബി 1 മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ ഫൈനൽ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, 4 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജനറലി എന്ത് ചെയ്യുക? ഫ്യൂവൽസ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഫ്യൂവൽസ്? എക്സാമ്പിൾസ് പഠിക്കുക. ഫോസിൽ ഫ്യൂവൽസ് പഠിക്കുക. കംപ്ലീറ്റ് ആൻഡ് പാർഷ്യൽ കമ്പഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പാർഷ്യൽ കമ്പഷൻ, ഓക്സിജൻ കമ്പഷൻ, അങ്ങനെ കാര്യങ്ങൾ പഠിക്കുക. കാർബൺ മോണോക്സൈഡ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഫുഡ് ഫ്യൂവൽ അല്ല, ഗുഡ് ഫ്യൂവൽ ആണ് കേട്ടോ. ഗുഡ് ഫ്യൂവൽ എന്താണെന്ന് പഠിക്കുക. ഐഡിയൽ ഫ്യൂവലിനുള്ള ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, ഈസിലി സ്റ്റോറേജ് ചെയ്യാൻ പറ്റണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം പഠിക്കുക. എന്താണ് കലോറിഫിക് വാല്യൂ എന്നുള്ള കാര്യം കൂടെ പഠിക്കുക. ഈ ഒരു കോൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഇത്രയുള്ള ഒരു ടോപ്പിക്ക് കേട്ടോ.
പിന്നെ പഠിക്കാനുള്ളത് കോളിൻ്റെ ടൈപ്സ് പഠിക്കുക, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് ഇങ്ങനെയുള്ള ടൈപ്പ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് പഠിക്കുക. പിന്നെ അവരുടെ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോളിൻ്റെ കേസിൽ പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഈ ചാപ്റ്റർ മൊത്തത്തിലൊരു തിയറി പാട്ടായതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിങ്ങുമാണ്, അതേസമയം കുറച്ച് തിയറി ബേസ് ആയിട്ടുള്ളതാണ്, കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ ഇമ്പോർട്ടൻറ്റും ഈസിയാണ് സത്യം പറഞ്ഞാൽ. ജനറലായിട്ട് നോക്കുക, LNG, LPG, CNG നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ പെട്രോളിയം ഗ്യാസും ഉണ്ട്. അവരുടെയൊക്കെ ഫുൾ ഫോം പഠിക്കുക. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണോ, പെട്രോളിയം ഗ്യാസ് ആണോ, അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണോ, എന്തൊക്കെയാണ് ഫുൾ ഫോം പഠിക്കുക. അവരുടെ മെയിൻ കമ്പോണൻറ്റ് ഏതൊക്കെയാണ്, മീഥേൻ ആണോ, പെട്രോളിയം ഗ്യാസ് ആണോ, ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ LPG ഓർഡർ ഉണ്ടോ, കളറുണ്ടോ, ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഓർഡർ നമ്മൾ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കും. അവരേതാണ് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഓർഡർ ഈതേൽ മെർക്യാപ്റ്റൻ പഠിച്ച ഓർമ്മയുണ്ട്. ഈതേൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഓർഡർ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇത്രയും ഓർത്തിരിക്കുക ജനറലായിട്ട് ഈ പാഠത്തിൽ നിന്ന്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബയോമാസ്, അത് കാരണം ബയോ ഗ്യാസ് അല്ലേ, ബയോഗ്യാസ് ഉണ്ടാകുന്നു. ബയോഗ്യാസിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആരാണ് മക്കളെ, മീഥേനാണ്. അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. പിന്നെ പവർ സ്റ്റേഷൻ നമുക്ക് ഹൈഡ്രോ പവർ സ്റ്റേഷൻ, പവർ പ്ലാന്റ്സ്, തെർമൽ പവർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഹൈഡ്രോ പവർ പ്ലാന്റ്സ് പഠിക്കുക, നമ്മൾ ടർബൈൻ കറക്കിയിട്ട് അവിടുത്തെ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ പഠിക്കുക കേട്ടോ ഇവിടെ. എന്നാൽ മെക്കാനിക്കൽ എനർജി വഴി എന്ത് ചെയ്യാണ്, മെക്കാനിക്കൽ എനർജി വഴി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ വിൻഡ് മില്ലിൻ്റെ കേസ് മെക്കാനിക്കൽ എനർജി വഴി എന്തുണ്ടാക്കുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുകയാണ്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ന്യൂക്ലിയർ പഠിക്കുക. ന്യൂക്ലിയറിൽ 2 തരത്തിലുണ്ട്, ഫിഷൻ സംഭവിക്കാം, അതുപോലെ ഫ്യൂഷൻ സംഭവിക്കാം. എന്താണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവണം. ആ എനർജി വെച്ചിട്ടാണ് നമ്മൾ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ഫിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജനറലി ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് 2 ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അവിടെ എനർജി ഉണ്ടാകുന്നു. ഇവിടെ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 ചെറിയ ന്യൂക്ലിയസ് ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആകുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ എനർജി ചേഞ്ച് പഠിക്കാം. പിന്നെ നമ്മൾ നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ എനർജി. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അൺലിമിറ്റഡ് ഓഫറാണ് ഇവിടെ. സോളാർ, വിൻഡ്, വാട്ടർ എല്ലാം ഉണ്ട്. അൺലിമിറ്റഡ് ആണെങ്കിലും കുറച്ച് ലിമിറ്റഡ് ആണ്. പഠിക്കുക. ഹൈഡ്രോ, അതുപോലെ നമുക്ക് വാട്ടറിൽ തന്നെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി ഹൈഡ്രോ, അതുപോലെ വേവ്സ്, ടൈഡ്സിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞല്ലോ. അത് ഓഷൻ തെർമൽ കാര്യങ്ങൾ പറഞ്ഞാൽ. പിന്നെ ജിയോ തെർമലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. റിന്യൂവബിൾ എത്രയാണുള്ളത്, റിന്യൂവബിൾ എനർജി പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഡിഫൈൻ അല്ലെങ്കിൽ എഴുതാനൊക്കെ ഉള്ള കണ്ടൻറ്റ് കിട്ടുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഏത്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റായിട്ട് നമുക്ക് ഗ്രീൻ ആൻഡ് ബ്രൗൺ എനർജി പഠിക്കാം മക്കളെ. ഗ്രീൻ ആൻഡ് ബ്രൗൺ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രീൻ എനർജി ആണോ ബ്രൗൺ എനർജി ആണോ ബെറ്റർ, നമുക്ക് എങ്ങനെ ബ്രൗൺ എനർജിയിൽ നിന്ന് ഗ്രീൻ എനർജിയിലേക്ക് മാറാം എന്നൊക്കെ. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂൽസ് അല്ലെങ്കിൽ കോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണം ഉണ്ടാകുന്ന എനർജി, നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന എനർജിയാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ച് വെക്കുക കേട്ടോ. ഈ റിന്യൂവബിൾ എനർജി എല്ലാം നിങ്ങൾക്ക് ഗ്രീൻ എനർജീനെ എഴുതാം. ആൻഡ് എനർജി ക്രൈസിസ് എന്താണെന്ന് പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, എനർജി ക്രൈസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, സോൾവ് ചെയ്യാനുള്ള മെത്തേഡും ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനത്തുള്ള സിമ്പിൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ വേസ് അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നോക്കി വെക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വയ്ക്കുക. സോ ദാറ്റ് വാസ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മെയിനായിട്ട് നിങ്ങൾക്ക് എക്സാമിനോട് എടുക്കുമ്പോൾ എനിക്ക് തരാനുള്ള ടിപ്സ് എന്ന് പറയുമ്പോൾ, ഒന്ന് മാനേജ് യുവർ ടൈം നമുക്ക് 1.5 മണിക്കൂർ മാത്രമാണ്. 40 മാർക്കിന് നമുക്ക് ആൻസർ എഴുതാം. കുഴപ്പമില്ല. മാത്സ് പോലെ അത്ര ടൈം മാനേജ് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതി പോകാം. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, 15 മിനിറ്റിൽ ആ കിട്ടുന്ന കൂൾ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വെക്കുക. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് റീഡ് കെയർഫുള്ളി. ക്വസ്റ്റ്യൻസ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ വായിക്കുക, നല്ലോണം വായിക്കുക. നിങ്ങൾക്ക് ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആയിരിക്കില്ല നിങ്ങൾക്ക് രണ്ടാമത് തവണ വായിക്കുമ്പോൾ. ഓക്കെ, 1 ടൈം നിങ്ങൾ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഓക്കെ ഇങ്ങനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ അതായിരിക്കില്ല ചിലപ്പോൾ. കെയർഫുള്ളി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല എന്ന് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നല്ലോണം സ്ട്രൈറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. ആൻഡ് ഇക്വേഷൻ എഴുതുക. കുറച്ച് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ മിറർ ഫോമില്ല അതുപോലെയുള്ള കുറച്ച് ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഇക്വേഷൻ പ്ലോട്ട് ചെയ്യുക. ഇക്വേഷൻ പ്ലോട്ട് ചെയ്യാതെ എഴുതരുത്. ചിലപ്പം നമുക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ തെറ്റിപ്പോയാലും നമുക്ക് ആ ഇക്വേഷൻ എഴുതിയത് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇക്വേഷൻ എഴുതുക. ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നിങ്ങൾ 1.5 മണിക്കൂർ എക്സാം ഉള്ളതിൽ ഇരിക്കുകയാണ്. സോ നിങ്ങളുടെ ബ്രെയിനൊക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക മക്കളെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും നല്ലോണം പഠിക്കുക. എല്ലാവർക്കും നല്ലോണം എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.